എന്നെ കൊന്നിട്ട് പോയാ മതി. കൊല്ലേ, എന്നെ കൊല്ലാൻ. എന്തായി ജെസി? കൈക്ക് നടന്ന എമർജൻസി ഓപ്പറേഷൻ കഴിഞ്ഞു. സക്സസ് ആയിരുന്നു. ഇപ്പൊ പറയത്തക്ക മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. കുറച്ചു ദിവസത്തേക്ക് റെസ്റ്റ് വേണമെന്നാ ഡോക്ടർ പറഞ്ഞേ. ഈശ്വര, ഇപ്പൊ പോസ്റ്റ് ഓപ്പറേഷൻ വാർഡിലേക്ക് കൊണ്ടുവരും. അപ്പൊ നിനക്ക് കയറി കാണാം. താങ്ക്സ് ജെസി. ശരി ചേച്ചി, വിവേകേട്ടന്റെ കാര്യത്തില് പകുതി സമാധാനമായി. നമുക്കിനി വീട്ടിലേക്ക് പോയാലോ? സഹദേവ മാമൻ ഏത് ആശുപത്രിയിലാണ് കിടക്കുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കെല്ലാം അറിയാവോ? എങ്ങനെ അറിയാനാ? നമ്മൾ ഈ ഓട്ടപ്പാച്ചിലിനിടയിലായി പോയില്ലേ. എനിക്ക് മാമനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. എനിക്കും ഒന്ന് കാണണമെന്നുണ്ട് മോളെ. ആ സുമേഷും അംബികയുള്ള സ്ഥിതിക്ക് നമ്മളിപ്പോ കേറി ചെന്ന എങ്ങനെയാ? ഈശ്വര, സഹദേവേട്ടന് ആപത്തൊന്നും വരുത്തില്ലേ? സുമേഷേട്ടനും മാമിയൊക്കെ ഞങ്ങളോട് എന്ത് കാണിച്ചാലും സഹദേവ മാമനെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ആകാശേട്ടനെ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ അഖില. ഹലോ ആകാശേട്ടാ, സഹദേവ് മാമൻ ഏത് ഹോസ്പിറ്റലാ? ശരി, അതെ, സഹദേവ് മാമൻ ഈ ആശുപത്രി തന്നെയാ ഉള്ളത്. ഈശ്വര, നന്നായി. എന്റെ ദേവി, മാമന് ആപത്തൊന്നും വരുത്തല്ലേ. അച്ഛൻ ഇപ്പൊ എങ്ങനെയുണ്ട് മോനെ? ഇത്തിരി സീരിയസ് ആണെന്നാ ഡോക്ടർ പറഞ്ഞത്. സമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റുകൊണ്ട് മാത്രമാണ് അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റിയത്. മാമനെ ഒന്ന് കാണണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ അച്ഛനെ കാണാൻ ആരെ അനുവദിക്കുന്നില്ല. കുറച്ചുകൂടെ ബെറ്റർ ആയാലേ കാണാൻ പറ്റൂ. അങ്ങനെയാണെങ്കിലേ ഞങ്ങള് വീട്ടിൽ പോയിട്ട് 2 ദിവസം കഴിഞ്ഞു വരാം മോനെ. അതാ ആൻറ്റി നല്ലത്. ചേച്ചി സമാധാനമായിട്ട് പോക്കോ, വിഷമിക്കണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. ചെല്ല. അപ്പച്ചി ചേച്ചിയും കൂട്ടി പോയിക്കോ, ഞാൻ പിന്നെ വന്നോളാം. നഴ്സിംഗ് റൂമിലെ ബാഗ് ഇരിപ്പുണ്ട്, നിങ്ങൾ അതെടുത്തോണ്ട് പോയിക്കോ. എന്നാ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ. മോളെ. മോനെ. ഞാനിവിടെ ഡ്യൂട്ടി റൂമിലുണ്ടാവും. ആകാശേട്ടന് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്റെ ഫോണിലൊന്ന് വിളിച്ചാൽ മതി. എന്നാ ഞാൻ ചെല്ലട്ടെ. ശരി. അനക, എന്താ ആകാശേട്ടാ? ഏയ് ഒന്നുമില്ല.
പറ്റി? നിന്റെ ആങ്ങളെയാകെ മൂഡ് ഓഫ് ആണല്ലോ. അവന്റെ കെട്ട് നടന്നില്ലേ? എന്റെ ആങ്ങളയുടെ മാത്രമല്ല, നിങ്ങളുടെ മോളുടെ കെട്ടും മുടങ്ങി. ആണോ? എന്താ സംഭവിച്ചത്? കൊള്ളാം. ചന്ദ്രൻ ഇത്ര നല്ലൊരു അഭിനേതാവാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ആ, അഭിനേതാവോ? മനസ്സിലായില്ലേ? സർവ്വ കാഴ്ചകളും നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ഒരാളോട് അവിടെ മണ്ഡപത്തിൽ നടന്നതൊക്കെ ഇനി ഞാൻ വിശദീകരിക്കണോ? ഞാൻ എന്ത് കണ്ടെന്നോ നീ പറയുന്നത്? എന്ത് തോന്നിയാസാ നീ പറയുന്നേ? നിങ്ങൾക്ക് തോന്നിയവാസം കാണിക്കാം അല്ലേ? അവിടെ മണ്ഡപത്തിലെ ആൾക്കാരുടെ ഇടയില് നിങ്ങൾ ഒളിച്ചു നിൽക്കുന്നത് എന്റെ കണ്ണിൽ പെടില്ലാന്ന് കരുതിയോ? എന്താ ഇപ്പൊ ഒന്നും പറയാനില്ലേ? അതെ, ഞാൻ വന്നിരുന്നു അവിടെ. അത് നേര് തന്നെയാ. പക്ഷെ അത് അമൃതയുടെ കെട്ട് മുടങ്ങുന്നതും പകരം മഹേന്ദ്രൻ അവളുടെ കഴുത്തിൽ താലി കെട്ടുന്നതും കാണാൻ വേണ്ടി തന്നെയാ. ഞാൻ നേരത്തെ പറഞ്ഞതേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളൊരു നല്ല നടനാ. ഉഗ്രൻ അഭിനയം. നിന്നോടൊന്നും തർക്കിച്ചിട്ട് ഒരു കാര്യവുമില്ല. അതിനേക്കാൾ നല്ലത് നീ പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്നത് തന്നെയാ. ശരിയാ, ഞാൻ നല്ല നടനാ. പറ്റുമെങ്കിൽ മികച്ച നടനുള്ളൊരു അവാർഡ് വാങ്ങിത്താ. ഞാൻ ഡോക്ടറെ കണ്ട് സംസാരിച്ചിരുന്നു. കുറച്ച് ടെസ്റ്റുകൂടെ ബാക്കിയുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുകൂടി പൂർത്തിയാക്കിയാൽ നമുക്ക് പോവാച്ചാ. നീ എനിക്ക് വേണ്ടി ഒരുപാട് കാശ് ചിലവാക്കിയല്ലേ? അതൊന്നും ഓർത്ത് അച്ഛൻ വിഷമിക്കണ്ട. അതൊക്കെ എൻ്റെ കടമയല്ലേ അച്ഛാ. മീൻകറി അത്രയ്ക്ക് അങ്ങോട്ട് നന്നായില്ല. കുടംപുളി കൂടിപ്പോയതാ. പക്ഷേ അമ്മ രണ്ടാമതും ചോറ് വാങ്ങി മീൻകറി ഒഴിച്ച് കുഴച്ചാണല്ലോ കഴിച്ചത്. ഓ, അത് പിന്നെ വയറ് വിശന്നാ മനുഷ്യർ പിന്നെ കഴിച്ചു പോവില്ലേ? വയറിന് എന്തോ ഒരു ഏനക്കേട്. എന്തൊക്കെ പറഞ്ഞാലും ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ അല്ലേ അമ്മേ? നേരെ നമ്മുടെ വീട്ടിൽ വെച്ചുണ്ടാക്കുന്ന പോലെ വരത്തില്ലല്ലോ. എനിക്ക് നിങ്ങൾ രണ്ടുപേരോടും ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താടാ? അച്ഛൻ്റെ സ്ഥിതി അത്ര നന്നല്ല. ഹാർട്ടിൽ 3 ബ്ലോക്ക് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞത്. ചിലപ്പോ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് പറഞ്ഞു. മൊത്തത്തില് 3 ലക്ഷം രൂപയാവും. എടാ, അത് പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് കാശുണ്ടായിരുന്ന, പക്ഷേ അതെല്ലാം കല്യാണത്തിൻ്റെ ആവശ്യങ്ങൾക്ക് ചിലവായി പോയി. പിന്നെ ഞാൻ പാർട്ണർഷിപ്പിൽ ബിസിനസ് തുടങ്ങിയ കാര്യം നിനക്കറിയാലോ. അതിനും കുറച്ചധികം കാശ് ഇൻവെസ്റ്റ് ചെയ്തു പോയി. അതുകൊണ്ട് ഇപ്പം എൻ്റെ കയ്യിൽ ചില്ലി കാശ് എടുക്കാനില്ലടാ. മോനെ, എന്റെ കാര്യം നിനക്കറിയാലോ. ജോലിയും കൂലിയും ഇല്ലാത്ത എനിക്ക് എവിടുന്നാടാ കാശ്? അതും ചെറിയ തുക വല്ലതും ആണോ? അല്ല, ചെറിയ തുകയല്ല. അത് തന്നെയാ പ്രശ്നം. അച്ഛൻ്റെ കാര്യം വരുമ്പോ നിങ്ങൾ രണ്ടാളെ ഇത് തന്നെ പറയുന്നത് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശെടുത്ത് ചെലവഴിച്ച് ഇതൊന്നും നടക്കില്ലെന്ന് എനിക്ക് 100% അറിയാം.
എങ്കിലും ആശുപത്രിക്കാരി പറഞ്ഞ കാര്യം നിങ്ങളെ ബോധിപ്പിക്കേണ്ട ഒരു കടമയുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. അച്ഛൻ്റെ ആവശ്യമുള്ള കാശ് എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ അച്ഛൻ്റെ കാര്യം നോക്കാൻ ഞാൻ തന്നെ ധാരാളം. കഴിഞ്ഞതൊന്നും ഇനി ഓർക്കണ്ട, എല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക്. ഒക്കെ കലങ്ങി തളിഞ്ഞ് വീണ്ടും ഇങ്ങനെയൊക്കെ ആവുന്ന സത്യമായിട്ട് ഞാൻ കരുതിയില്ല അപ്പച്ചി. നിങ്ങൾ പഠിക്കേണ്ട ചില പാഠങ്ങൾ ദൈവം നിങ്ങളെ പഠിപ്പിച്ചു എന്ന് കരുതിയാൽ മതി. ആരാ അപ്പച്ചി? ഓ, സോമേട്ടനാ. എന്നെ ഒത്തിരി നേരമായിട്ട് വിളിക്കുക. ഞാനേ ഫോണൊന്നും അറ്റൻഡ് ചെയ്യാനുള്ള അവസ്ഥയിലായിരുന്നില്ലല്ലോ. ഇപ്പോഴെങ്ങാനും ഫോൺ അറ്റൻഡ് ചെയ്ത എനിക്ക് ചെവിതല് കേൾക്കാത്ത പോലെ കിടന്ന് അലച്ചോണ്ടിരിക്കും. ആ, അതൊക്കെ പോട്ടെ, ഒന്നും ഞാൻ വകവെക്കാൻ പോകുന്നില്ല. എല്ലാം എന്റെ മക്കൾക്ക് വേണ്ടിയല്ലേ. നിങ്ങൾ എപ്പോഴും സന്തോഷമായിട്ട് ഒരുമിച്ചിരിക്കുന്ന കണ്ടാ മതി. അതെ, വന്ന കാലം നിൽക്കാതെ നിങ്ങൾ അകത്തോട്ട് ചെന്നേ. അപ്പച്ചി കയറുന്നില്ലേ? അയ്യോ ഇല്ല, ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. ആ പിന്നെ എന്റെ ഒരു പെട്ടിയും കുറച്ച് ഡ്രസ്സ് ഇവിടെയുണ്ട്. ഇപ്പൊ എടുക്കാൻ നിൽക്കുന്നില്ല. ഞാൻ അങ്ങ് വീട്ടിൽ ചെന്നിട്ടേ ജയേഷിന്റെ സൗകര്യം പോലെ വിടാം. അവന്റെ കയ്യിൽ കൊടുത്തു വിട്ടാ മതി. പോട്ടെ മോളെ. നിങ്ങൾ ഒറ്റയ്ക്കാണെന്നുള്ള ഒരു തോന്നലും വേണ്ട. ഈ അപ്പച്ചിയുണ്ട് കൂടെ. 1-2 ദിവസം കഴിയട്ടെ, ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. കുറച്ച് ദിവസം എന്റെ മക്കളുടെ കൂടെ അങ്ങ് നിൽക്കാൻ. പോട്ടേടി. ശരി മോളെ. ഇപ്പോഴെങ്കിലും നിനക്ക് ബോധ്യപ്പെട്ടോ കാര്യങ്ങളുടെ ഒരു കിടപ്പ് വശം? എനിക്കിനി എന്ത് ബോധ്യപ്പെട്ടാൽ എന്ത് ഇല്ലെങ്കിൽ എന്ത്? അമൃതയുടെ അനിയത്തിമാരുടെ മുന്നിൽ വെച്ച് നാണം കെട്ടത് ഞാനല്ലേ? ഞാൻ തല്ലിയതാണ് നിന്റെ വിഷയം. വഴിയെ പോകുന്ന ആരും അല്ലല്ലോ തല്ലിയത്. ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്റെ ചേച്ചിയല്ലേ? ആരായാലും കൊള്ളാം. എന്തിനായിരുന്നു എല്ലാവരുടെ മുന്നിൽ വെച്ച് അങ്ങനെ ഒരു പ്രകടനം? ആരെ കാണിക്കാൻ? എന്ത് തെളിയിക്കാൻ? എന്റെ അനിയനാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എന്റെ ബുദ്ധിയുടെ 100-1 അംശം പോലും നിന്റെ തലക്കകത്തില്ല. ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ ആന മണ്ടത്തരം വിളിച്ചു പറയില്ലായിരുന്നു. ഇത്രയും നാള് ചേച്ചിയെ വിശ്വസിച്ച് ചേച്ചി പറയുന്നത് കേട്ട് കൂടെ നിന്നതാ ഞാൻ ചെയ്ത ആന മണ്ടത്തരം. നടക്കാതെ പോകുന്നതേ എന്റെ ആഗ്രഹങ്ങളാ. അതിന്റെ സങ്കടം എനിക്കുണ്ട്. എല്ലാത്തിന്റെ ഒടുവിൽ നഷ്ടവും സങ്കടവും എനിക്ക് മാത്രമാ. എടാ, നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരുപാട് തിരിച്ചടികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ ഇന്ന് ആശുപത്രിയിൽ വെച്ച് ഞാൻ നിനക്കൊരു അടി തന്നത്. നിന്റെ മുഖത്തെന്റെ കൈ പതിഞ്ഞപ്പോ അമൃതയുടെ കണ്ണുകളില് ഒരു നടുക്കം ഞാൻ കണ്ടു. അത്ര നാളും അവളെ ഉപദ്രവിച്ച നിനക്ക് ഒരടി കിട്ടിയപ്പോ അതുവരെ നിന്നോടുണ്ടായിരുന്ന വെറുപ്പും ദേഷ്യമൊക്കെ ഒരു നിമിഷത്തേക്കെങ്കിലും അവള് മറന്നു. ഞാൻ അതെന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ശരിക്കും? പിന്നല്ലാതെ. ഏതോ ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ വെറുത്ത് വെറുത്ത് ആ വെറുപ്പിന്റെ ഒടുക്കം
നിന്നോട് അവൾക്കൊരു അലിവ് തോന്നണം. ആ അലിവ് സഹതാപം ആവണം. സഹതാപം മാറി ഇഷ്ടം തോന്നണം. അതിനു വേണ്ടിയാ ഇനി നീ ശ്രമിക്കേണ്ടത്. ചേച്ചി ഇങ്ങനെ തോന്നുമ്പോ നയം മാറ്റി പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഇക്കണ്ട കാലം അത്രയും അവരോട് എതിർത്ത് നിന്ന് ദ്രോഹിച്ചവരാ ഞാനും ചേച്ചിയും ഒക്കെ. ഒന്നല്ല, ഒരുപാട് തവണ പഞ്ചരത്നങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും ആരും മറക്കാൻ പോകുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, ഇനി നമ്മള് കളം മാറ്റി കളിക്കണമെന്ന്. സാഹചര്യം അതാണ് മഹി. നിന്റെ അളിയനെ വിശ്വസിക്കാൻ പറ്റില്ല. ചന്ദ്രൻ ഇന്ന് മണ്ഡപത്തിൽ വന്നിരുന്നു, അമൃതയുടെയും സുമേഷിന്റെയും കല്യാണം കൂടാൻ. അച്ഛനും മക്കളും തമ്മിൽ ഒരിക്കലും അടുക്കാൻ പാടില്ല. അടുത്താൽ അവിടെ നമ്മൾ തോൽക്കും. അതാണ്, തോൽക്കരുത് എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് എന്റെ ശ്രമവും. പക്ഷേ കാര്യങ്ങളില് ചെറിയ ചില മാറ്റങ്ങളുണ്ട്. പഞ്ചരത്നത്തിലെ പെൺകുട്ടികളോട് ഇതുവരെ ഉണ്ടായിരുന്ന വെറുപ്പിന് പകരം ഇനി ഞാൻ വെളുക്ക ചിരിക്കും, പഞ്ചാര വർത്തമാനം പറയും. ആ സമയത്ത് നീ ചെയ്യേണ്ടത് അമൃതയുടെ ഇഷ്ടം പിടിച്ചു പറ്റുക എന്നതാ. അതിനിങ്ങനെ കരയിലിരുന്ന് നീ കൈ നനയാതെ മീൻ പിടിച്ചാ പോരാ. നീ അവൾക്ക് മുന്നിലേക്ക് ചെല്ലണം. എന്നിട്ട് കളത്തിലിറങ്ങി കളിക്കണം. മനസ്സിലായോടാ കഴുതേ? ജെസി, എന്ത് പറ്റി? ഒന്നെന്നേ. അതെ, ഞാൻ ഇറങ്ങുവാ. നിനക്കിന്ന് നൈറ്റ് ഡ്യൂട്ടി കൂടി ഉണ്ടല്ലോ. അപ്പം എനിക്ക് മനസ്സിലായി. വിവേക് എന്ന പേഷ്യന്റ് കാര്യങ്ങൾ ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണം. കൃത്യസമയത്ത് മരുന്ന് കൊടുക്കണം. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്ന് തിരക്കണം. അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിന്നെ ഒന്ന് വിളിച്ച് പറയണം. ഇതൊക്കെയല്ലേ വേണ്ടത്? ഇത്രയൊക്കെ ചെയ്തില്ലെങ്കിലും ഒരു കണ്ണുണ്ടായ മതി. എന്റെ ഒന്നല്ല, 2 കണ്ണും ഉണ്ടാവും. ഒന്നുമില്ലെങ്കിലും ഞങ്ങളുടെ അനഘ സിസ്റ്ററിനെ കെട്ടാൻ പോകുന്ന ചെറുക്കനല്ലേ. പക്ഷെ ചുമ്മാതല്ല, ഇതിനൊക്കെ ചെലവുണ്ടേ. ചെയ്യാമേ, ഉറപ്പായിട്ടും ചെലവ് ചെയ്യാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശരി. ആ, ആകാശേട്ടൻ എവിടെ പോവാ? ഞാൻ നിന്നെ തിരക്കി ഇറങ്ങിയതാ. എന്താ സഹദേവമാവിന്റെ പെട്ടെന്ന് എന്തെങ്കിലും? ഏയ്, അച്ഛനും കുഴപ്പമൊന്നുമില്ല. അല്ല, ഞാൻ എന്തായാലും വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയതാ. അല്ല, നിന്റെ ഫ്രണ്ടിന് എങ്ങനെയുണ്ട്? സാരമില്ല, ഓപ്പറേഷൻ കഴിഞ്ഞു. അതെ, നീ വീട്ടിലേക്ക് പോണെങ്കിൽ നിന്നെയും കൂടെ കൂട്ടാന്ന് വിചാരിച്ചു. ആ, ഞാൻ ഇറങ്ങുമായിരുന്നു. എന്നാ പിന്നെ ഞാൻ വെറുതെ ഓട്ടോ പിടിച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ. എന്നാ പിന്നെ വാ പോവാം. ആ, സത്യം പറഞ്ഞ നീ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട സമയമല്ലടാ ഇത്. എടാ, ആഗ്രഹിച്ച പെണ്ണ് കൈവിട്ട് പോയെന്ന് കരുതിയിരുന്നിട്ട് അവസാനം അവളുടെ കല്യാണം മുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നീ സന്തോഷിക്കല്ലേ വേണ്ടത്? കല്യാണം മുടങ്ങിയതില്ലല്ലോ സന്തോഷിക്കേണ്ടത്, അവളെ എനിക്ക് കിട്ടുമെങ്കിലല്ലേ. ഇനിയിപ്പോ എന്താ തടസ്സം? ആപത്ത് സമയത്ത് സഹായിക്കാൻ വലിഞ്ഞേറി ചെല്ലുന്ന ഒരാളെന്നതിനപ്പുറം അവളുടെ മനസ്സിൽ ഞാൻ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ അവൾ അങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം വേറെ. എന്താ? നിന്റെ കല്യാണം മുടങ്ങിയെന്നുള്ള കാര്യം അവളോട് നീ പറഞ്ഞില്ലല്ലോ. ഇപ്പൊ അമൃതയുടെ കാഴ്ചപ്പാടിൽ നീ മറ്റൊരു പെൺകുട്ടിയുടെ ഭർത്താവാ. അതിന് നിനക്ക് അവളോട് വലിയ ഇഷ്ടമുണ്ടായിരുന്നെന്ന കാര്യം അവൾക്ക് നന്നായി അറിയാവുന്നതുകൊണ്ട് മനഃപൂർവ്വം ഒരു അകലോട്ട് നിർത്തുന്നതായിരിക്കും. എന്തിന്? നിന്റെ ദാമ്പത്യ ജീവിതം സുരക്ഷിതമാക്കാൻ. നിന്റെ ഉള്ളിലെ അവളോടുള്ള ഇഷ്ടം തീർത്തും ഇല്ലാതാക്കാൻ. എന്റെ അഭിപ്രായത്തിൽ കല്യാണം മുടങ്ങിയ കാര്യം നീ അവളോട് തുറന്നു പറയണമായിരുന്നു.
എടാ അങ്ങനെ പറഞ്ഞിട്ടും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ നിനക്കത്ര ഉറപ്പ്? ആ ഗുണ്ടകളിൽ നിന്ന് അനിയത്തിമാർ രക്ഷിച്ചതിന് ശേഷേ അമൃത എന്നോട് പറഞ്ഞത് നന്ദി വാക്കല്ല, പിന്നെ ഇനി മേലിലൊരു സഹായത്തിനും ഞാൻ ചെന്നു പോകരുതെന്ന്. ഞാൻ എൻ്റെ കാര്യം നോക്കി ജീവിച്ചോളണമെന്ന്. അങ്ങനെ പറഞ്ഞു അമൃത? അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെയൊക്കെ തന്നെയാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.